എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 10-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ച ഓണം റേഷൻ അരിയിൽ വേവിക്കുന്നതിൽ നിർദ്ദേശവുമായി ഭക്ഷ്യവകുപ്പ്. ഓണം സ്പെഷ്യലുകളിൽ പിങ്ക് റേഷൻ കാർഡിന് നേരത്തെ ഒന്നും പ്രഖ്യാപിച്ചിരുന്നില്ല. അധിക അരി പിങ്ക് റേഷൻ കാർഡിന് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓണത്തിന് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 10 കിലോ സ്പെഷ്യൽ അരി 10-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചിരുന്നു. ഈ അരി കുക്കറിൽ വേവിക്കരുത് എന്ന നിർദ്ദേശമാണ് ഭക്ഷ്യവകുപ്പ് റേഷൻ കടക്കാർക്ക് വാക്കാൽ നൽകിയിട്ടുള്ളത്. സാധാരണ റേഷൻ അരിയേക്കാൾ പെട്ടെന്ന് വേവുന്ന അരിയാണ് സ്പെഷ്യൽ അരി കൊണ്ട് 26 രൂപ നിരക്കിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഈ അരി കുക്കറിൽ വേവിച്ചാൽ ചോറ് വെന്ത് കുഴഞ്ഞു പോകും എന്നും ഇക്കാര്യം പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണമെന്നും റേഷൻ വ്യാപാരികളോട് വാക്കാൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് റേഷൻ ഭക്ഷ്യധാന്യത്തിന് പുറമെ അധികമായി 10 കിലോ അരി 26 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നത്. പിങ്ക് റേഷൻ കാർഡിന് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും ഈ അരി ലഭിക്കുന്നതാണ്. ഈ അരികൾക്കാണ് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സാധാരണ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് ഫോർട്ടിഫൈഡ് റൈസ് ആണ്. സമ്പുഷ്ടീകരിച്ച ഈ അരി വിളർച്ച, വളർച്ചക്കുറവ്, വൈറ്റമിൻ ബി കുറവ് എന്നിവയ്ക്ക് പരിഹാരമായിട്ടാണ് റേഷൻ കടകളിലൂടെ സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യുന്നത്. എന്നാൽ ഓണം സ്പെഷ്യൽ അരി സാധാരണ പൊതു വിപണിയിൽ നിന്നും വില കൂടി വാങ്ങുന്ന അരിയാണ്. പുറത്ത് 45 മുതൽ 60 രൂപ വരെ വില വരുന്ന അരിയാണ് ഇത്തവണ റേഷൻ കടകളിലൂടെ 26 രൂപ നിരക്കിലും 10 രൂപ 90 പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നത്. മഞ്ഞ റേഷൻ കാർഡിനുള്ള ഓണക്കിറ്റ് വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. 10-ാം തീയതി മുതലാണ് ആരംഭിച്ചത്. സ്റ്റോക്ക് എത്തിയിട്ടുള്ള കടകളിൽ ഇതിനകം വിതരണം ആരംഭിച്ചിട്ടുണ്ടാവും. കിട്ടിയിട്ടുള്ളവർ താഴെ നിന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഇതുകൂടാതെ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയുമുണ്ട്. അരിയും ഗോതമ്പും ഭക്ഷ്യകിറ്റും സൗജന്യമാണ്. ഒരു ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ്. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലാണ് ലഭിക്കുക. അരിയും ഗോതമ്പും സൗജന്യമാണ്. ഇതിനു പുറമെയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ഇപ്പോൾ വില കൂടിയ 3 കിലോ അരി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 10 കിലോ അരി 26 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. 17 രൂപ നിരക്കിൽ 4 ആട്ടയുമുണ്ട്. വെള്ള റേഷൻ കാർഡിന് 7 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും 10 കിലോ അരി 26 രൂപ നിരക്കിലും 17 രൂപ നിരക്കിൽ 4 ആട്ടയും ലഭിക്കും. ഇതാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന സാധനങ്ങൾ. ഇതിനു പുറമെ സപ്ലൈകോ ഓണം വിപണനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതായി മുൻഗണനാ റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് കാർഡ് ലഭിച്ച കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും റേഷൻ വിഹിതം കൃത്യമായി ലഭിക്കുന്നതിന് ആധാർ eKYC മസ്റ്ററിംഗ് അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതാണ്. ഏത് റേഷൻ കടകളിലെത്തിയും ഇത് പൂർത്തീകരിക്കാം. റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും റേഷൻ കടകളിലെത്തി വിരൽ പതിച്ച് വേണം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ. ഇല്ല എങ്കിൽ ആ റേഷൻ കാർഡിൽ ആ അംഗത്തിന്റെ വിഹിതം കട്ടാകുന്നതാണ്. 374 രൂപ 50 പൈസ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയ 229 രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റ്, 1280 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ 1000 രൂപയുടെ അത്തം ഓണക്കിറ്റ്, 1880 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ 1500 രൂപയ്ക്ക് ലഭിക്കുന്ന ഉത്രാടം അടിപൊളി ഓണക്കിറ്റ്, 2540 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയ 2000 രൂപയുടെ തിരുവോണം കിറ്റ്, ഇവയെല്ലാം എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെത്തി വാങ്ങാവുന്നതാണ്. സപ്ലൈകോ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് കൂപ്പൺ ലഭിക്കും. കൂപ്പൺ പൂരിപ്പിച്ച് ബോക്സുകളിൽ നിക്ഷേപിക്കേണ്ടതാണ്. 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് ഈ കൂപ്പൺ ലഭിക്കുന്നത്. ഈ കിറ്റ് അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ 1-ാം സമ്മാനം ഹീറോയുടെ ഒരു മോട്ടോർ സൈക്കിൾ, 2-ാം സമ്മാനം 2 പേർക്ക് വീതം 1/2 പവൻ വീതമാണ്. 3-ാം സമ്മാനം 3 പേർക്ക് വാഷിംഗ് മെഷീനാണ്. ജില്ലാതല വിജയികൾക്ക് സ്മാർട്ട് ഫോണും ലഭിക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്കും ബൈ.